എഡ്യു വേൾഡ് വിത്ത് എഐയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ കോംപ്രിഹെൻസീവ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു ഡേറ്റയുടെ കൃത്യം സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നതിൽ തുടങ്ങി ഭാവിയിലെ കാര്യങ്ങൾ വരെ പ്രവചിക്കാൻ കഴിയുന്ന വളരെ രസകരമായ ഒരു യാത്രയാണിത്. ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. യൂണിറ്റ് 3 സെൻട്രൽ ടെൻഡൻസി, യൂണിറ്റ് 4 ഡിസ്പേർഷൻ, യൂണിറ്റ് 5 കോറിലേഷൻ, യൂണിറ്റ് 6 റിഗ്രഷൻ, പിന്നെ അവസാനമായി യൂണിറ്റ് 7 ടൈം സീരീസ്. നിങ്ങളുടെ അണ്ടർഗ്രാജുവേറ്റ് എക്സാമിനു വേണ്ടി വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് 3 നിന്ന് തുടങ്ങാം. സെൻട്രൽ ടെൻഡൻസി. എന്താണ് ശരിക്കും ഈ സെൻട്രൽ ടെൻഡൻസി? ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം, അല്ലേ? ഒരു കൂട്ടം ഡേറ്റയെ മുഴുവനായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സെന്റർ പോയിന്റ്, അതായത് ഒരു കേന്ദ്ര ബിന്ദു കണ്ടുപിടിക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമുലകളെല്ലാം ഈ ഒരു സെന്ററിലേക്ക് എങ്ങനെ എത്താം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നോക്കൂ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 4, 7, 7, 9, 12, 15, 18. ഇതിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം അരിത്തമെറ്റിക് മീൻ. വളരെ സിമ്പിളാണ്. ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് ആകെ എത്ര എണ്ണമുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ആകെ 7 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ ടോട്ടലായ 72നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.29 കിട്ടും. ഇനി രണ്ടാമത്തേത് മീഡിയൻ. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡറാക്കി വെച്ചാൽ അതിൽ കൃത്യം നടുക്ക് വരുന്നതാണ് മീഡിയൻ. ഇവിടെ 4ാമത്തെ സംഖ്യയായ 9 ആണ് നമ്മുടെ മീഡിയൻ. മൂന്നാമത്തേത് മോഡ്. ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യ ഏതാണോ അതാണ് മോഡ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽ 7 2 തവണ വന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ട് മോഡ് 7 ആണ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ക്വാർട്ടൈൽസിലേക്ക് വരാം. നേരത്തെ നമ്മൾ നടുവിലുള്ള ഒറ്റ പോയിന്റാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ ഡാറ്റയെ തുല്യമായ 4 ഭാഗങ്ങളായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 2 ഫോർമുലകളാണുള്ളത്. ലോവർ ക്വാർട്ടൈൽ, അതായത് Q1 കണ്ടുപിടിക്കാൻ n+1/4 എന്ന പൊസിഷനിലെ വാല്യൂ നമ്മൾ എടുക്കണം. അതുപോലെ അപ്പർ ക്വാർട്ടൈൽ അല്ലെങ്കിൽ Q3 കിട്ടാൻ 3 × n+1/4 എന്ന പൊസിഷനിലെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു എക്സാമ്പിളോടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ നോക്കൂ. ആകെ 8 സംഖ്യകളുണ്ട്, അതായത് n=8. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ n വാല്യൂ എടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ Q1 കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ സമവാക്യം ഉപയോഗിക്കുമ്പോൾ ഇവിടെ 3ാമത്തെ സ്ഥാനത്തുള്ള മൂല്യമാണ് വരുന്നത്. അതായത് 3ാമത്തെ സംഖ്യയായ 7 ആണ് Q1. ഇനി അടുത്ത സ്റ്റെപ്പിൽ Q3 കണ്ടുപിടിക്കാം. സമവാക്യം പ്രകാരം അത് 7ാമത്തെ സ്ഥാനത്താണ് വരുന്നത്. ഇവിടെ 7ാമത്തെ സംഖ്യ 15 ആണ്. അതാണ് നമ്മുടെ Q3. ഇനി നമുക്ക് യൂണിറ്റ് 4ലേക്ക് കടക്കാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇതിനു മുൻപുള്ള യൂണിറ്റിൽ നമ്മളൊരു ഡാറ്റയുടെ സെന്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ സെന്ററിൽ നിന്നും ബാക്കിയുള്ള ഡാറ്റകൾ എത്രത്തോളം അകന്നു കിടക്കുന്നു അല്ലെങ്കിൽ സ്പ്രെഡായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഡിസ്പേർഷൻ എന്നാൽ ഡാറ്റ എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന് അളക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ കേന്ദ്രബിന്ദുവിനു ചുറ്റും മറ്റു പോയിന്റുകൾ എങ്ങനെ ചിതറിക്കിടക്കുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് നമ്മളിവിടെ കൃത്യമായി അളക്കാൻ പോകുന്നത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വലിയൊരു ഫോർമുല കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളിലൂടെ നമുക്കിത് ചെയ്യാം. സ്റ്റെപ്പ് 1, ഓരോ സംഖ്യയും നമ്മുടെ മീനിൽ നിന്ന് എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. സ്റ്റെപ്പ് 2, ആ കിട്ടിയ സ്ക്വയറുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ഡേറ്റയുടെ എണ്ണം, അതായത് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്റ്റെപ്പ് 3, അവസാനം കിട്ടുന്ന ആ ഉത്തരത്തിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇത്രയുള്ളൂ പരിപാടി. ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നമുക്കൊരു പ്രോബ്ലം വെച്ച് ചെയ്തു നോക്കാം. ഇവിടെ 5, 7, 9, 11, 13 ആണ് നമ്മുടെ ഡാറ്റ. ഇതിന്റെ മീൻ വാല്യൂ 9 ആണ്. ഇനി ഓരോ സംഖ്യയിൽ നിന്നും ഈ 9 കുറച്ച് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 16, 4, 0, 4, 16 എന്നിങ്ങനെ കിട്ടും. അടുത്തത് ഇവയെല്ലാം കൂട്ടുക എന്നതാണ്. അപ്പോൾ ടോട്ടൽ 40 എന്ന് കിട്ടും. ഇവിടെ ഡാറ്റയുടെ എണ്ണം 5 ആയതുകൊണ്ട് ആ 40നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. അവസാനമായി 8ന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. ഉത്തരം 2.83. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഡിസ്പേർഷനിൽ തന്നെയുള്ള മറ്റൊരളവാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ QD. ഇതിന്റെ ഫോർമുലയെന്ന് പറയുന്നത് Q3 - Q1/2 എന്നാണ്. നമ്മുടെ തൊട്ടുമുൻപത്തെ യൂണിറ്റിൽ കണ്ടുപിടിച്ച അതേ രീതിയിൽ ആ ഡേറ്റയുടെ Q3യും Q1ഉം എടുത്താൽ അത് 11ഉം 7ഉമാണ്. അപ്പോൾ 11ൽ നിന്ന് 7 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറാണ് 2. അടുത്തതായി യൂണിറ്റ് 5 കോറിലേഷൻ അനാലിസിസ്. ഇതുവരെ നമ്മൾ ഒരൊറ്റ ഡേറ്റാസെറ്റിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെങ്കിൽ ഇനി മുതൽ 2 വ്യത്യസ്ത ഡേറ്റാസെറ്റുകൾ തമ്മിൽ എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 വേരിയബിളുകൾ തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പിന്റെ ശക്തിയും അതുപോലെ അതിന്റെ ഡയറക്ഷനും അളക്കുന്നതിനെയാണ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സും ഒരു വൈയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, ആ ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന 2 കോളങ്ങൾ കാണാം. ആദ്യം നമ്മൾ ഇവ രണ്ടിൻ്റെയും മീൻ കണ്ടുപിടിക്കണം. ഇവിടെ എക്സിൻ്റെ മീൻ 3ഉം വൈൻ്റെ മീൻ 4ഉമാണ്. അടുത്തതായി മീനിൽ നിന്നുള്ള ഡീവിയേഷൻ, അതായത് എക്സും വൈയും കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പിന്നെ എക്സും വൈയും തമ്മിൽ ഗുണിച്ച എക്സ് വൈ എന്നിവ കണ്ടുപിടിക്കുക. ടേബിളിൻ്റെ ഏറ്റവും താഴെയായി ഇതിൻ്റെ എല്ലാം ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. എക്സ് സ്ക്വയറിൻ്റെ തുക 10, വൈ സ്ക്വയറിൻ്റെ തുകയും 10, പിന്നെ എക്സ് വൈയുടെ തുക 6. ഈ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ ആ മെയിൻ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 6നെ √100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസാന വാല്യൂ ആണ് 0.60. അപ്പോൾ എന്താണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം? ഈ വാല്യൂ സൂചിപ്പിക്കുന്നത് എക്സും വൈയും തമ്മിൽ ഒരു മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്നാണ്. അതായത് ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടുന്നുണ്ട്, എന്നാൽ ആ ബന്ധം 100% പെർഫെക്റ്റ് ആണെന്ന് പറയാനും പറ്റില്ല. ഇനി അടുത്തത് യൂണിറ്റ് 6, റിഗ്രഷൻ അനാലിസിസ്. മുമ്പത്തെ യൂണിറ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ആ ബന്ധം ഉപയോഗിച്ച് നമുക്ക് ഭാവി പ്രവചിക്കാൻ കഴിയില്ലേ? നമ്മൾ ജോത്സ്യന്മാരൊന്നുമല്ല, എങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്കത് വളരെ കൃത്യമായി സാധിക്കും. ഒരു വേരിയബിളിനെ ബേസ് ചെയ്ത് മറ്റൊരു വേരിയബിളിനെ പ്രവചിക്കുക എന്നതാണ് റിഗ്രഷൻ അനാലിസിസ്. ഇവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കണക്കുകൾ ഒരു യഥാർത്ഥ ബിസിനസ് ആപ്ലിക്കേഷനായി മാറുന്നത്. അതായത് ഇന്നത്തെ ഡേറ്റ വെച്ച് നാളത്തെ കാര്യങ്ങൾ പ്രവചിക്കാൻ നമ്മൾ ഇതിലൂടെ പഠിക്കുന്നു. ഈ റിഗ്രഷന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ വരയ്ക്കുക എന്നതാണ്. അതിന്റെ ഫോർമുലയാണ് y=a+bx. ഈ ഇക്വേഷൻ ശരിക്കും നോക്കിയേ, ഇതിൽ y എന്ന് പറയുന്നത് നമ്മൾ പ്രവചിക്കാൻ പോകുന്ന കാര്യമാണ്, x എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യവും. ഇതിൽ b എന്നാൽ ആ ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചരിവാണ്, a എന്നാൽ ഇന്റർസെപ്റ്റ്, അതായത് ആ ലൈൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് കാണിക്കുന്ന പോയിന്റ്. നമ്മുടെ ഈ പ്രോബ്ലം ഉപയോഗിച്ച് എയും ബിയും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ഈ 2 സ്റ്റെപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാം. സ്റ്റെപ്പ് 1ൽ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് സ്ലോപ്പായ ബി കണ്ടുപിടിക്കുന്നു. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉത്തരം 0.8 എന്ന് കിട്ടും. ഇനി സ്റ്റെപ്പ് 2ൽ എ കണ്ടുപിടിക്കാം. വൈയിന്റെ മീനിൽ നിന്ന് ബി ഗുണിക്കണം എക്സിന്റെ മീൻ കുറയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 1.6 ആണ്. അപ്പം നമുക്ക് കിട്ടിയ ഈ എയും ബിയും നമ്മുടെ ആ ബെസ്റ്റ് ഫിറ്റ് ലൈൻ സമവാക്യത്തിൽ ഇട്ടുകൊടുത്താൽ നമുക്ക് y=1.6 + 0.8x എന്ന് കിട്ടും. ഇതൊരു വെറും ഫോർമുല മാത്രമല്ല കേട്ടോ. ഭാവിയിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന വളരെ പവർഫുള്ളായൊരു ടൂളാണ് നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ക്രിയേറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മൾ അവസാനത്തെ യൂണിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂണിറ്റ് 7, ടൈം സീരീസ് അനാലിസിസ്. നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ജേർണിയുടെ ഏറ്റവും ക്ലൈമാക്സ് ആണിത്. പഴയകാലത്തെ ഡാറ്റ ഉപയോഗിച്ച് ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ കണ്ടെത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിലേറ്റവും സിമ്പിളും എന്നാൽ ശക്തവുമായൊരു കൺസെപ്റ്റാണ് ലീനിയർ ഇന്റർപോലേഷൻ. ഒരു ടൈം ലൈനിനിടയിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 3ാമത്തെ വർഷത്തെ വാല്യൂ നമുക്കറിയില്ലെങ്കിൽ അതിന് തൊട്ടു മുൻപത്തെയും പിൻപത്തെയും വർഷങ്ങളുടെ ഒരു ആവറേജ് എടുത്താൽ മതിയാവും. വളരെ സിമ്പിളായൊരു ലോജിക്കാണത്. ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഈ അവസാനത്തെ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 2ാമത്തെ വർഷത്തെ സെയിൽസ് 40 ലക്ഷവും 4ാമത്തെ വർഷത്തേത് 60 ലക്ഷവും ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മിസ്സായ ആ 3ാമത്തെ വർഷത്തെ സെയിൽസ് എത്രയായിരിക്കും? വളരെ എളുപ്പമാണ്. 40ഉം 60ഉം കൂടി കൂട്ടിയിട്ട് വെറുതെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് കൃത്യം 50 ലക്ഷം. സിമ്പിളല്ലേ? അപ്പോൾ ഇത്രയുള്ളൂ കാര്യങ്ങൾ. നമ്മൾ വളരെ വിജയകരമായി 5 യൂണിറ്റുകളും കവർ ചെയ്തിരിക്കുകയാണ്. ഡാറ്റയുടെ സെന്റർ പോയിന്റ് കണ്ടെത്തുന്നതിൽ തുടങ്ങി ഭാവിയെ പ്രവചിക്കുന്നത് വരെയുള്ള ഒരു കിടിലൻ യാത്രയായിരുന്നു ഇത്. ഈ ഡേറ്റ മനസ്സിലാക്കുന്നത് ശരിക്കും ഒരു വലിയ കലയാണ്. എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു മാസ്റ്റർ ക്ലാസ് വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എപ്പോഴും ഓർക്കുക, ഡാറ്റ എന്ന് പറയുന്നത് വെറുമൊരു കൂട്ടം സംഖ്യകളല്ല, അത് ഭാവിയിലേക്കുള്ള താക്കോലാണ്. ഇന്ന് നമ്മൾ പഠിച്ച ഈ ടൂളുകൾ വെച്ച് നിങ്ങളുടെ അടുത്ത വലിയ തീരുമാനം എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കും. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസുകൾക്കായി നമ്മുടെ എഡു വേൾഡ് വിത്ത് AI ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വലിയൊരു നന്ദി. ഓൾ ദി ബെസ്റ്റ്.